സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരമേശ്വരൻ പറയണേണ്, വരുൺ പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും ചേർന്ന് നമ്മുടെ സാഹചര്യം മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുവാണ്. അവർക്ക് വ്യക്തമായിട്ടറിയാം, ഇപ്പോൾ ആരതി വർമ്മ കൂടി നേരിട്ട് അവരോട് പോയി ഈ കാര്യം ആവശ്യപ്പെട്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. 25 കോടി കിട്ടാതെ അവർ നീയുമായിട്ടുള്ള ഡിവോഴ്സിന് തയ്യാറാകില്ല. അതുകൊണ്ട് പ്രിയങ്കയുടെ ശല്യം നിൻ്റെയും രാധികയുടെയും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിവാക്കാനായിട്ട് ഈ തുക അവർക്ക് കൈമാറുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല. അമ്മയുടെ അഭിപ്രായം എന്താ? ഈ സമയം ജയഭാരതി പറയണേ, എൻ്റെ തീരുമാനം അത് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് സമ്പത്തുണ്ട്, അതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, സൂര്യക്കും വർണ്ണയും വേണ്ടിയിട്ടല്ലേ. ഇതിപ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനായിട്ട് 25 കോടി രൂപ ആ പ്രിയങ്കക്ക് കൊടുത്ത് അവളെ എന്നേക്കുമായിട്ട് വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടുന്നു. അത് തന്നെയാണ് നല്ലതെന്ന എൻ്റെ തീരുമാനം. ഈ സമയം പരമേശ്വരൻ പത്മിനിയോട് അഭിപ്രായം ചോദിക്കുവാണ്. പത്മിനിക്കും അത് തന്നെയാണോ പറയാനുള്ളത്. ഇനി ജയിലിൽ നിന്നും തിരിച്ചിറങ്ങുന്ന ആ പ്രിയങ്കയും സുകുമാരിയൊക്കെ നമ്മളോട് പ്രതികാരം വീട്ടാനായിട്ട് ഓരോന്നൊക്കെ ചെയ്ത് രാധിക മോള് നമ്മളിൽ നിന്നും വേർപെട്ടു പോയാൽ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പരമേശ്വരേട്ടാ. ഇതൊക്കെ കേട്ടിട്ടാ പരമേശ്വരൻ പറയണേ, കേട്ടില്ല വരുൺ, എല്ലാവരുടെയും തീരുമാനം, എല്ലാവരും ആഗ്രഹിക്കുന്നത് നിൻ്റെയും രാധികയുടെയും സമാധാനത്തോടെയുള്ള ജീവിതമാണ്. അതിനുവേണ്ടി പ്രിയങ്ക ആവശ്യപ്പെട്ടതുപോലെ 25 കോടി രൂപ കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണെന്ന് നീ എത്രയും പെട്ടെന്ന് തന്നെ ആരതി വക്കീലിനെ അറിയിക്കണം. പിന്നെ ഇക്കാര്യം ശ്യാമ അറിയുമ്പോൾ ശ്യാമ ഒരു തീരുമാനം എടുക്കും. പ്രിയങ്കക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും ശ്യാമ തന്നെ കൊടുത്തോളാന്ന്. പക്ഷേ അതിന് നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്, അത് ശരിയല്ലല്ലോ, നമ്മുടെ അന്തസ്സിന് അത് മോശമാണ്. അത് കേട്ടിട്ട് വരുണിനപ്പോഴും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, അതൊക്കെ വേണം വരുൺ, ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മോനെ വരുൺ, നിൻ്റെയും രാധികയുടെയും ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രിയങ്ക ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള സകല സമ്പാദ്യം കൊടുക്കുന്നതിനും അച്ഛനൊരു ബുദ്ധിമുട്ടുമില്ലടാ. കാരണം അച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷം നീയല്ലേ. നിൻ്റെ സന്തോഷം കാണാനല്ലേ ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എന്തു തന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നാലും അച്ഛനതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ അച്ഛൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നതും വരുണത്തിന് സന്തോഷവും സങ്കടമൊക്കെ തോന്നുവാണ്. അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിക്കുവാണ്ടോ വരുൺ. പിന്നീട് വരുൺ നേരെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുക. അച്ഛാ, അമ്മേ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ മുത്തശ്ശിയോടാണ്. എന്നെ രാധികേനെ ഒന്നിപ്പിക്കാൻ മുത്തശ്ശി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മുത്തശ്ശി എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു മുത്തശ്ശിയെ കിട്ടിയതാ എൻ്റെ ഭാഗ്യം. അന്നേരം ജയഭാരതി പറയണേ, എടാ വരണേ, ഇതിനുള്ള ഉത്തരം നിൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നീ എൻ്റെ സന്തോഷം കാണാനേ ഈ മുത്തശ്ശി ഏതറ്റം വരെയും പോകും. ഇനിയേ പ്രിയങ്ക എന്ന് പറയുന്നവൾ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല. അവൾ എന്നേക്കുമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകും. പിന്നീട് നിനക്കും രാധികയ്ക്കും കൂടി സമാധാനത്തോടെ ജീവിക്കാമല്ലോ. അത് വേണ്ടേടാ. വേണം മുത്തശ്ശി, എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയ്ക്ക് 25 കോടി കൊടുക്കാൻ തീരുമാനിച്ച് നിൽക്കുവാണ്ടോ കണിമംഗലം. പിന്നീട് കാണിക്കുന്നത് രാധികേനെയാണ്. രാധികേനെ അങ്ങനെ ഡൈനിങ് ടേബിളിന് മുമ്പിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പിടിച്ചെടുത്തിരിക്കുവാണ്ടോ ശ്യാമ. എന്നിട്ട് ശ്യാമ തന്നെ രാധികയ്ക്കുള്ള ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുവാണ്. ഈ സമയം അമൃതയും ഇതെല്ലാം നോക്കിക്കൊണ്ട് രാധികയുടെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ശ്യാമ തന്നെ ഭക്ഷണമൊക്കെ വിളമ്പുക. അതാണ് അമൃത പറയണേ, എൻ്റെ ശ്യാമേ, ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ, നിനക്ക് മോളുടെ ഒപ്പം ഇരുന്നൂടെ? വേണ്ടേട്ടത്തി, ഇതൊക്കെ എനിക്ക് തന്നെ ചെയ്യണം, എന്നാലേ തൃപ്തി വരൂ. ഇതിനു മുമ്പ് ഇതുപോലെ എൻ്റെ മോളെ സ്നേഹിക്കാനും അവൾക്ക് ഇതുപോലെ ഭക്ഷണം വിളമ്പി കൊടുക്കാനൊന്നും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ അതെല്ലാം വീട്ടണം. അന്നേരം രാധിക പറയുന്നുണ്ട്, ആരും അറിഞ്ഞു എനിക്കിതിനു മുമ്പ് ഭക്ഷണം ഇതുപോലെ വിളമ്പി തരികയും വാരി തരികയൊന്നും ചെയ്തിട്ടില്ലെന്ന്. ആൾമാറാട്ടക്കാരി ഫിദയുടെ രൂപത്തിൽ ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടില്ലേ? എനിക്ക് ഭക്ഷണം വാരി തന്നിട്ടില്ലേ? എന്നെ നെഞ്ചോട് ചേർത്തിട്ടില്ലേ? അന്നേരം ശ്യാമ പറയണേ, അതൊക്കെ ശരിയാ, എന്നാലും മോളുടെ മുമ്പിൽ ഒരു മറയില്ലാതെ അമ്മയുടെ അധികാരത്തോടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മോളെ സന്തോഷിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഭ്രാന്തി പിടിച്ച് നടക്കുക ഇപ്പോൾ അമ്മ. അതാണ് അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മോള് കഴിക്ക് എന്ന് പറഞ്ഞ് രാധികയ്ക്ക് ഭക്ഷണമൊക്കെ വാരിക്കൊടുക്കുവാണ്. ഈ സമയം രാധിക പറയുന്നുണ്ട്, അയ്യോ പതിയെ കുറച്ച് ഗ്യാപ്പിട്ടതാ, എന്നാലല്ലേ ഇതെനിക്ക് ഇറക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ഭക്ഷണത്തിനൊക്കെ നല്ല സ്വാദുണ്ടോ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമല്ലേ, അതിന് പ്രത്യേകതര രുചി ഉണ്ടാകുമല്ലോ. ആ രുചി യശോദരമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കിട്ടുമ്പോഴേ ഞാൻ ആസ്വദിച്ചിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ പെറ്റമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പോൾ ആ ആഗ്രഹം നടന്നില്ലേ? അങ്ങനെ രാധികയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും ഒത്തിരി സന്തോഷവും സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ശ്യാമയുടെ കണ്ണുകളും നിറയുവാണ്. ഈ സമയം അമൃത പറയുന്നുണ്ട്, അതെ, മോൾക്ക് കൊടുക്കാനുള്ള എല്ലാ സ്നേഹവും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കല്ലേ, കുറച്ചെങ്കിലും അത് ബാക്കി വെച്ചേക്കണേ. ഏട്ടത്തി, എനിക്കെന്തോ അതങ്ങനെ പിടിച്ചു വെക്കാനേ തോന്നുന്നില്ല. എൻ്റെ ഉള്ളിൽ ഇതുവരെ കൊടുക്കാതെ വെച്ചിരിക്കുന്ന എല്ലാ സ്നേഹവും കൂടി ഒരുമിച്ച് എൻ്റെ മോൾക്ക് കൊടുക്കാനാണ് തോന്നുന്നത്. ഇവള് ഒരു മോളാകാനും ഞാനൊരമ്മയാകാനും അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നല്ലോ, അതെല്ലാം ഇപ്പോൾ ഒറ്റയടിക്ക് പുറത്തേക്ക് വരുന്നതാ. കഴിക്ക് അങ്ങനെ പറഞ്ഞ് വീണ്ടും രാധയൊക്കെ വായിൽ വെച്ച് കൊടുക്കുവാണ്.
പിന്നീട് കാണിക്കുന്നത് പരമേശ്വരൻ എന്തൊക്കെയോ കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി റൂമിലിരിക്കുന്നതാണ്. ഈ സമയം പത്മിനി പരമേശ്വരൻ്റെ അരികിലേക്ക് വരുവാം. അതെ ഏട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ കമ്പനിയുടെ കണക്കുകളും മറ്റു കാര്യങ്ങളെയും കുറിച്ച് ചോദിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. താനിപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? താൻ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അന്നേരം പത്മിനി ചോദിക്കണേ. അത് പിന്നെ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളും മറ്റ് സാമ്പത്തികമായിട്ടുള്ള എന്തോ പ്രതിസന്ധികളൊക്കെ നേരിടുവാണെന്ന് വരുൺ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു 25 കോടി രൂപ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ? ഈ സമയം പരമേശ്വരൻ പറയണേ, താൻ ചോദിച്ചതിലും ഒരു സത്യമായിട്ടുള്ള കാര്യമുണ്ട്. പെട്ടെന്ന് നമ്മൾ 25 കോടി പിൻവലിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ വരുണിൻ്റെ കാര്യമല്ലേ, നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ സമ്പാദിക്കുന്നത്. അതിനുവേണ്ടി പൈസ ചിലവാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? എന്താണെങ്കിലും നാളെ തന്നെ പണം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലും ശരി, പൈസ കൊടുക്കണം. അതിനി എന്തെല്ലാം വിട്ടുവീർക്കേണ്ടി വന്നാലും അതിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് നമ്മുടെ മക്കളുണ്ടാകുമല്ലോ കൂടെ. അവർ നമ്മളുടെ കൂടെ ഉണ്ടപ്പോൾ പിന്നെ മറ്റൊന്നിനെക്കുറിച്ചും ഓർത്ത് ടെൻഷനാവേണ്ട കാര്യമില്ലല്ലോ. ഈ സമയം പത്മിനി ചോദിക്കുന്നുണ്ട്, അല്ല പരമേശ്വരേട്ടൻ, ഇപ്പോൾ പരമേശ്വരേട്ടൻ പണ്ടത്തെ പോലെ കമ്പനി കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഉണ്ട്, അങ്ങനെ ശ്രദ്ധിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തുപറ്റി? എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ കമ്പനിയിൽ ചില പ്രതിസന്ധികൾ വന്നത്? അതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ ഏട്ടന്? ഇല്ല, ഞാനും വരുണും കൂടി ഒന്നിച്ചിരുന്ന് ഓരോ കാരണങ്ങളായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കുറച്ചുകൂടി സമയമെടുക്കും. വരുണിൻ്റെ ഭാഗത്തുനിന്നും ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. അത് കമ്പനി കാര്യങ്ങളിലെ ശ്രദ്ധക്കുറവല്ല. അവിടെ പുതിയതായിട്ട് വന്നൊരു മാനേജറുണ്ട്, ബെഞ്ചമിൻ. എനിക്കെന്തോ അയാളുടെ പെരുമാറ്റത്തിലും സംസാര രീതിയിലൊക്കെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു. അയാളാണെങ്കിൽ വരുണിൻ്റെ വിശ്വസ്തനുമാണ്. ഈ സമയം പത്മിനി പറയണേ, അയാളെക്കുറിച്ച് വരുണും നല്ല കാര്യങ്ങളൊക്കെയുള്ളൂ പറഞ്ഞിട്ടുള്ളത്. ഏട്ടന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് വരുണിനോട് പറഞ്ഞൂടെ? പറയണം, സമയമാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുവാം. അയാൾ കമ്പനിയോട് ആത്മാർത്ഥത പുലർത്തുന്ന രീതിയിലാണ് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അതിൽ വരുൺ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ വയസ്സം കണ്ണുകളിൽ എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നി. കുറേ വർഷങ്ങളായല്ലോ പലരെയും പല സ്വഭാവത്തിലുള്ളവരെയും കാണുകയും പല പ്രതിസന്ധികളും നേരിടുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ കൊണ്ടാവാം അങ്ങനൊരു തോന്നലേ. ഈ സമയം പത്മിനി പറയണേ, എന്താണെങ്കിലും ഏട്ടൻ വരുണിൻ്റെ ഒപ്പം കമ്പനി കാര്യങ്ങളിലേക്ക് ഇറങ്ങിയത് കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിനു മുമ്പും പലതവണ ഇതുപോലുള്ള പല പ്രതിസന്ധികളും വന്നപ്പോൾ ഏട്ടൻ അതെല്ലാം കൂളായിട്ട് നിന്ന് ഹാൻഡിൽ ചെയ്തതല്ലേ. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ പോലും പേടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ആ പേടിയൊന്നുമില്ല. പരമേശ്വരനേട്ടനും വരുണും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. പരിഹരിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്ടോ പരമേശ്വരൻ. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടന്നുറങ്ങുന്ന രാധികനെയാണ്. ഈ സമയം ശ്യാമയും അമൃതയും കൂടി രാധിക ഇങ്ങനെ ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. കണ്ടിലെ എടുത്തി അവൾ സമാധാനമായിട്ട് ഉറങ്ങുന്നത്. അന്നേരം അമൃത പറയണേ, ശരിയാ രാധിക മോള് അവളുടെ ജീവിതത്തിൽ ഇന്നായിരിക്കും ഏറ്റവും സമാധാനത്തിൽ ഉറങ്ങുന്നത്. തൻ്റെ അമ്മയെ കണ്ടെത്തിയ ദിവസം, അമ്മയോടൊപ്പം ചെലവഴിച്ച ദിവസം അവളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടാകുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കോട്ടെ ബെഞ്ചമിൻ ശ്യാമയുടെ വീട്ടിലേക്ക് മുഖമൊക്കെ മറിച്ചവിടെ എത്തുന്നത്. അങ്ങനെ ഫ്രണ്ടിലെ ഡോറ് തുറന്നു കൊടുക്കുന്നത് കാരണം ബെഞ്ചമിൻ അതുവഴി അകത്തേക്ക് കയറി അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി പതുങ്ങിയിരിക്കുന്നുണ്ട്. ഈ സമയം ശ്യാമ പറയുന്നുണ്ട്, ഏട്ടത്തി ഇനി എന്താണെങ്കിലും എൻ്റെ പേരിലുള്ള സകല സ്വത്തുക്കളും മോളുടെ പേരിലേക്കാക്കാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തുക്കളെല്ലാം മോളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണം. അതിനി അധികം വൈകിപ്പിക്കേണ്ടെന്ന് തന്നെയാണ് എൻ്റെയും തീരുമാനം എന്ന് അമൃതയും പറയുവാണ്. എന്നാൽ പിന്നെ ശ്യാമജല് മോളുടെ ഒപ്പം സമാധാനത്തോടെ കിടന്നുറങ്ങ്, ഞാനും വാതിലൊക്കെ അടച്ചിട്ട് കിടക്കാൻ പോകുക. അങ്ങനെ പറഞ്ഞ് അമൃത അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അമൃത താഴത്തേക്ക് വന്ന് ഡോറൊക്കെ അടച്ചിട്ട് കുടിക്കാനുള്ള വെള്ളവുമായിട്ട് റൂമിലേക്ക് പോകുവാണ്. അങ്ങനെ അതെല്ലാം ശ്രദ്ധിച്ച് ബെഞ്ചമിൻ അവിടെ ഒന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം രാധികയുടെ അരികിലാണെങ്കിൽ ശ്യാമ പോയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധികയെ തലോടിക്കൊണ്ട് ഉറങ്ങുന്ന രാധികയെ തന്നെ നോക്കിയിരിക്കുന്ന ശ്യാമേനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് റൂമിൽ നല്ല ഉറക്കമായിരിക്കും ശ്യാമയും രാധികയ്ക്ക്. ഈ സമയം ബെഞ്ചമിൻ പമ്മി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പതിയെ അലമാരി തുറന്ന് വിൽപ്പത്രം അവിടെയെല്ലാം തിരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്തുന്ന പരമേശ്വരനെയാണ്. പരമേശ്വരൻ അങ്ങനെ അവിടുത്തെ സ്റ്റാഫായ മനോഹരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. പ്രിയങ്ക കൊടുക്കാനുള്ള 25 കോടി രൂപയുണ്ടല്ലോ, അത് അറേഞ്ച് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഈ സമയം ബെഞ്ചമിൻ ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടാവും. അങ്ങനെ അയാൾ ഇറങ്ങിയതിനു ശേഷം ബെഞ്ചമിൻ അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പരമേശ്വരനോട് പറയണേ, മനോഹരൻ സാറുമായിട്ട് സാറ് സംസാരിക്കുന്നത് ഞാൻ അവിടെ തൊഴിൽ പോയപ്പോൾ കേട്ടിരുന്നു. നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക കമ്പനിയിൽ നിന്നും വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ കമ്പനീനെ പ്രതികൂലമായിട്ട് ബാധിക്കില്ലേ? അത് പോസിബിളല്ല. അന്നേരം പരമേശ്വരൻ പറയണേ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ പോസിബിളാണ് എന്തൊക്കെ പോസിബിളല്ല എന്ന് ബെഞ്ചമിൻ എന്നെ പഠിപ്പിക്കുകയാണോ?
അയ്യോ അങ്ങനെയല്ല സാർ. ഈ സമയം പരമേശ്വരൻ പറയുന്നുണ്ട്, പിന്നെ ബെഞ്ചമിൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഞാനും മനോഹരം കൂടി സംസാരിച്ചത് നിങ്ങൾ കേട്ടു എന്ന്. അങ്ങനെ കേൾക്കുന്നത് അത് ശരിയായ കാര്യമാണോ? അങ്ങനെ പരമേശ്വരൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവില്ലാതെ നിൽക്കുന്ന ബെഞ്ചമിനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. എന്താണെങ്കിലും പരമേശ്വരന് ബെഞ്ചമിൻ്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ബെഞ്ചമിൻ്റെ കള്ളത്തരം പരമേശ്വരൻ കൈയോടെ പിടികൂടുമോ? അതുപോലെ തന്നെ ക്ഷാമ എഴുതിയ വിൽപത്രം ബെഞ്ചമിൻ കൈക്കലാക്കിയിട്ടുണ്ടാകുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്